നമസ്കാരം സുഹൃത്തുക്കളെ. കോപ്പിയടി എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കോപ്പിയടി എന്ന് പറഞ്ഞാൽ ഞാനെങ്ങും സ്കൂളിലൊന്നും കോപ്പി അടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നവർ കാണും. പക്ഷേ എന്നാലും നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കി ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരത്തിൽ കോപ്പിയടിയല്ലേ. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ലെറ്റർ, ഒഫീഷ്യലായിട്ട് ലെറ്റർ നമുക്ക് എഴുതാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ വേറെ ആരുടെയെങ്കിലുമൊക്കെ നോക്കി എഴുതും കോപ്പിയടിയല്ലേ. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കോപ്പിയടികൾ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ലാത്ത കോപ്പിയടികൾ, അതായത് നമുക്ക് ആവശ്യമായ ചില കോപ്പിയടികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട കോപ്പിയടി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 94-95 കാലഘട്ടത്തിൽ, അതായത് പ്രീ ഡിഗ്രി ഞാൻ ചങ്ങനാശ്ശേരി NSSൽ നിന്ന് പഠിച്ച് വാഴൂർ NSSലോട്ട് പോയ സമയത്ത് അവിടെ ഈ പറഞ്ഞ പോലെ മാഗസിനകത്ത് വന്ന ഒരു കഥ. ആ കഥ ഞാനത് വായിച്ചത് മറ്റെവിടെയോ വായിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് അന്ന് തോന്നി. അതായത് ഞങ്ങൾ പണ്ടൊക്കെ ഈ NSS പഠിക്കുമ്പം അവിടെയൊക്കെ ഓരോ മാഗസിൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ഓരോ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ മാഗസിൻസ് കൈമാറും അതിനകത്തെ കഥകളൊക്കെ വായിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ SB കോളേജിലെ ഏതോ മാഗസിനിൽ വായിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. എൻ്റെ ഓർമ്മ അത്രയും വർഷം മുമ്പാണ്. പക്ഷേ ഞാൻ വായിച്ചത് ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. അതിനകത്ത് കാർട്ടൂൺ വരെ ഞാൻ ഓർക്കുന്നു. അതിൻ്റെ പേര് തേരട്ട എന്നായിരുന്നു, അതും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേങ്കിൽ SB കോളേജിലെ മാഗസിൻ ആയിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ ആ മാഗസിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു തേരട്ട എന്ന് പറഞ്ഞൊരു കഥ പറയുന്നു. കഥ ഇത്രയുമേ ഉള്ളൂ, ചെറിയ കഥയാണ്. അതായത് ഒരു തേരട്ട, അതായത് നമ്മുടെ ഈ കറുത്ത അട്ടയില്ലേ, ആ അട്ട, അതായത് ചുമന്ന അട്ടയോ ഈ ഇതിലേതോ ഒരു അട്ട റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യണം. അന്നത്തെ പോലെ വലിയ റഷായിട്ടുള്ള റോഡൊന്നും അല്ല. അന്നൊക്കെ വാഹനങ്ങൾ വളരെ കുറവാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്, 94 കാലഘട്ടത്തിലാണ്, 92, 94 കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. അപ്പം ഇത്രയും റഷുള്ളതാണ്. അപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്ത് കിടക്കുകയാണ് ഒരു അട്ട. ആ അട്ട റോഡ് ക്രോസ് ചെയ്ത് നമ്മളപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കാറ് വരുന്നില്ല, ബൈക്ക് വരുന്നു, അതിൻ്റെ ഒന്നും അടിയിൽപ്പെടാതെ അതിനെക്കുറിച്ച് കുറേ വിശദീകരണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് സേഫായിട്ട് ഈ നടപ്പാതയിലെത്തി. നടപ്പാതയിൽ അത് സ്വസ്ഥമായിട്ട് അത് നീങ്ങിക്കൊണ്ടിരുന്നപ്പം ഒരു തടിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ അതിൻ്റെ മേത്ത് അറിയാതെ ചവിട്ടി ഞെരിച്ചു പോവുകയാണ്. ഇതാണ് അതിൻ്റെ കഥ. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. പക്ഷേ വളരെ രസകരമാണ്. ഇപ്പോഴും ചിലതൊക്കെ നമ്മൾ ഓർത്തിരിക്കില്ല, അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ കഥ ഞങ്ങളുടെ വാടൂര് മാഗസിനിലാണെന്ന് തോന്നുന്നു. ആ സെയിം കഥ ആ മാഗസിനിൽ വന്നിട്ട് എനിക്കൊരു ഓർമ്മ വന്നു. അപ്പം ഞാൻ ഓർത്തു, ഇത് എവിടെയോ വായിച്ചിട്ടുള്ള കഥയാണല്ലോ, പേരൊക്കെ മാത്രമേ ഉള്ളൂ മാറ്റം ഉള്ള കഥയാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലോർത്തു. പിന്നീട് എപ്പോഴോ ഞാൻ അറിയുന്നു ഇത് ആ കുട്ടി എവിടുന്നോ വായിച്ചു കോപ്പി അടിച്ചാണെന്നൊക്കെ ഞാനന്ന് ഇങ്ങനെ കേട്ടതായിട്ടൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കേട്ട കോപ്പിയടി അതാണ്, ഈ കഥകളൊക്കെ കോപ്പി അടിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ ആരും അറിയില്ല എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ രണ്ട് കഥാകാരികൾ തമ്മിലുള്ള, രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് തന്നെ ആരും അവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. പിന്നെ വായന എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കുറേ കാലമായിട്ടായിരിക്കും അന്യം നിന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ഓരോ പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ അവരെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് വായിക്കാനുള്ള ഒരു എഴുത്തുകാർ അങ്ങനെ ആയിരിക്കില്ല, അത് നിഷ്പക്ഷമായ എഴുത്തായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് അവരതിനകത്ത് അത്രമേൽ മനോഹരമായിട്ട് എഴുതിയുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്, അല്ലേ. ഈ പെരുപ്പടവും ശ്രീധരൻ്റെയൊക്കെ മിക്ക കഥകളോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സങ്കീർത്തനം പോലെ ഞാൻ പുസ്തകം അതിനുള്ള ഇഷ്ടം കൊണ്ട് ഞാനത് വാങ്ങി വച്ചതും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പുസ്തകങ്ങളും അല്ലെ ഇഷ്ടങ്ങളും ഇഷ്ടമുള്ള പുസ്തകങ്ങളും ഒക്കെ ഉണ്ട്. മുമ്പേ പറക്കുന്ന പക്ഷികൾ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള, പക്ഷെ അങ്ങനത്തെ ഒരു കഥകളൊന്നും ഇപ്പോൾ ഇറങ്ങുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഈ അവസാനമായി ഞാൻ സത്യം പറഞ്ഞാൽ മുഴുവൻ വായിച്ചു തീർത്ത ഒരു കഥ, ഒരു നോവല് ബെന്യാമിൻ്റെ ആടുജീവിതം മാത്രമാണ്. പക്ഷേ സിനിമ വന്നപ്പോൾ എനിക്കത് കാണാനായിട്ട് തോന്നിയില്ല, ഞാൻ ഇതുവരെ ആ സിനിമ ആയിട്ട് കണ്ടുമില്ല. അപ്പം ചില സമയത്ത് നമ്മൾ പറയുന്ന അതേ ആശയങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന മറ്റ് ആശയങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയോ, ഇത് ഈശോ എന്നത്തെ ഇത് ഞാനിനി ആരോടെങ്കിലും പറഞ്ഞിട്ട് അദ്ദേഹം അറിഞ്ഞതാണോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. അങ്ങനെ ചില ഡയലോഗുകൾ, ചില സിനിമയിലെ ഡയലോഗുകൾ കേൾക്കുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ചില അവസരങ്ങൾ. അങ്ങനെ ഒരു രസകരമായ അനുഭവം വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-22 വർഷം മുമ്പ് എന്നെ കല്യാണം കഴിച്ച സമയത്ത് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി. അപ്പം അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഈ കറുപ്പിനോടോ വെളുപ്പിനോടോ ഉള്ള ഭ്രഷ്ടോ അങ്ങനെയൊന്നും ഉള്ള സമയമൊന്നുമല്ല. എല്ലാവരും ഒരേപോലെ ഇങ്ങനൊന്നും ചിന്തിക്കുന്ന ആൾക്കാരുള്ള സമയമല്ല. അപ്പോൾ ചേട്ടൻ്റെ പിള്ളേർ, കൊച്ചു പിള്ളേർ, അവർ വരുമ്പോൾ ചോദിക്കും, ചെറുക്കനെ കാണാൻ നല്ലതായിരുന്നോ, പെണ്ണിനെ കാണാൻ നല്ലതായിരുന്നോ, ഒത്തിരി സ്വർണ്ണം ഉണ്ടായിരുന്നോ, സാരിയുടെ കളർ എന്തായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ചെറുക്കനെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു അങ്കിളിനെ ആണോ ആൻറ്റിയാണോ കാണാൻ നല്ലതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ആൻറ്റിയെ വെച്ച് നോക്കുമ്പോൾ അങ്കിൾ ഹൃതിക് റോഷനാണ് എന്ന് ചുമ്മാ ഒരു ഡയലോഗ് കാച്ചി. അപ്പം പിള്ളേർ ചോദിച്ചു, അപ്പം പിള്ളേർ അതിൻ്റെ അമ്മയോട് ചോദിച്ചു അത്ര സുന്ദരനാണോ അങ്കിളിനെ കണ്ടാലെന്ന് ചോദിച്ചു. അപ്പം ഞാനിപ്പോൾ തിരിഞ്ഞു പറഞ്ഞാൽ കറുത്ത ഹൃതിക് റോഷൻ എന്ന് ഞാൻ തിരിഞ്ഞു ചെന്നിങ്ങനെ പറഞ്ഞു. ആ കറുത്ത ഹൃതിക് റോഷനെ പോലത്തെ ഹൃതിക് റോഷൻ കറുത്തു പോയാൽ അങ്ങനെ ചുമ്മാ ഒരു രസകരമാണ്. ഇതേ സെയിം ഡയലോഗ്
നമ്മളെ പ്രേമം സിനിമയ്ക്കകത്താണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഡയലോഗ് ഇത് സെയിം. അതായത് കറുത്ത ഹൃതിക് റോഷൻ അല്ല, കരിഞ്ഞ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രത്തെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോർജ് കുട്ടിയുടെ ആദ്യത്തെ ആ ഭാഗത്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ മുഖത്തോട് നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡയലോഗല്ലേ ഇത് എന്നൊക്കെ നമ്മളിങ്ങനെ അപ്പം നമ്മളോർക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പറയുന്ന അതേ ഡയലോഗുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ വരുന്നത് യാദൃശ്ചികമായിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിലപ്പം ഓരോ നോവലിനകത്തോ അല്ലെങ്കിൽ ഇതുപോലെ സിനിമയ്ക്കകത്തോ ഒക്കെ വരുന്നത് യാദൃശ്ചികമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ഈ പറഞ്ഞ ഡയലോഗ് അതിൻ്റെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതിൻ്റെ എഴുതിയ ആളോ ഒന്നും ഇത് ആ തിരക്കഥ എഴുതിയ ആളൊന്നും അത് കേട്ടിട്ടൊന്നും ആയിരിക്കില്ല പറഞ്ഞത്. പക്ഷേ അയാളുടെ മനസ്സിലും അങ്ങനെ ഒരു തോന്നലുണ്ടായി എന്നുള്ളതാണ് രസം. അപ്പം അങ്ങനെ ഒരു തോന്നലാണോ ഈ കോപ്പിയടിക്കുള്ളിൽ എന്നറിയില്ല. എന്തായാലും മീരയടി ദീപേടി ആയിരുന്നു, അതിപ്പോൾ മീരയടി എന്നുള്ള ഒരു ക്യാപ്ഷനൊക്കെ വന്നു. പക്ഷേ അതിനകത്ത് ഈ ത്രെഡ് ചിലപ്പോൾ ഒരുമിച്ച് ഒരേപോലെ അവർക്ക് കിട്ടിയതാവാം, അല്ലെങ്കിൽ പലരുടെ എവിടുന്നെങ്കിലും കിട്ടുക, അതിൽ ഒരു ത്രെഡ് കിട്ടുന്നതിൽ നിന്നൊക്കെയാണ് ഒരു കഥ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും യാദൃശ്ചികമായി സംഭവിച്ചതാകാം. ഇപ്പം ഇതിപ്പം അവർ തമ്മിൽ ഇന്ന് അത് രണ്ടുപേരും ഒരാൾ പറയുന്നു ഞങ്ങൾ ഇതിന് പണ്ടേ 2 വർഷം മുമ്പേ ഞാനിത് ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചതാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്താൽ ഇതിൻ്റെ ആ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാന്നേ ഉള്ളൂ. കാരണം പുറത്ത് നിൽക്കുന്ന നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം ഇനി ഇത് ഇവർ രണ്ടുപേരുടെയും കഥ മേടിച്ച് വായിക്കാനുള്ള ഒരു അടവാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ വിൽപ്പന കുറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ വിസ്മയം കാണിക്കണമല്ലോ. അപ്പോൾ അത് ചെയ്തതാണോ എന്ന് എന്തായാലും നമുക്കറിയില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു കോപ്പിയടി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 92-94 കാലഘട്ടത്തിൽ ഞാൻ അറിഞ്ഞ ആദ്യത്തെ ഒരു കോപ്പിയടി, ഇതുപോലെ കഥ കോപ്പിയടിച്ച ഒരു സംഭവമാണിത്. പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നു. നമ്മളെല്ലാവരും മിക്ക സിനിമകളുടെയും അല്ലെങ്കിൽ പാട്ടിൻ്റെയും ഒക്കെ കോപ്പിയാണെന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട്. കൊറിയൻ സിനിമയില്ല, ഇത് ഇങ്ങനെ കൊറിയൻ സിനിമ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും അതിനെക്കുറിച്ച് നമ്മളിതൊക്കെ കണ്ടാലേ അറിയുള്ളൂ. പക്ഷേ ഇത് എൻ്റെ അനുഭവത്തിൽ ഒരു കോപ്പിയടിയാണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും ഇങ്ങനെ കോപ്പിയടിയോ, അതായത് ഇനി എൻ്റെ ഡയലോഗ് ആ തിരക്കഥയിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്നൊക്കെയുള്ള ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ആരെങ്കിലും ഒറ്റിക്കൊടുത്താണോ എന്ന് എനിക്കറിയില്ലല്ലോ. എന്തായാലും കൊള്ളാം. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്കോ കമൻറ്റോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പറയുക.